കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരുന്നാൽ നമ്മൾ ശരിക്കും ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്ന ആ നിമിഷങ്ങൾ സമാഗതമാവുകയാണ്. അർജന്റീന സ്പെയിൻ പോരാട്ടത്തിന് എല്ലാവരും കാത്തിരിക്കുമ്പോൾ മാതൃഭൂമി ന്യൂസ് ഡെസ്കിൽ എന്താണ്, എങ്ങനെയാണ് പ്രേക്ഷകരല്ല ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ പ്രതികരണം എന്ന് നോക്കാം. അമൽ തേനമ്പറമ്പിലൂടെ. അമലെ, ഇന്ന് രാഷ്ട്രീയമാണ് പറയാറ് കൂടുതലും. ഇന്ന് നമുക്ക് കുറച്ച് സ്പോർട്സ് പറയാം, കായിക വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അർജന്റീന മനസ്സിലുണ്ട് എന്നറിയാം, എങ്കിലും എന്തൊക്കെയാണ് നമ്മുടെ ആളുകൾ പറയുന്നത്? എന്തായാലും മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ്. അധികം സമയമില്ല. അതിൻ്റെ ആവേശം നമ്മൾ കോഴിക്കോട് കണ്ടതുപോലെ, എറണാകുളത്ത് കണ്ടതുപോലെ, തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ കണ്ടതുപോലെ അതേ ആവേശം നമ്മുടെ ന്യൂസ് ഡെസ്കിലുമുണ്ട്. നമ്മുടെ ഈ പിന്നിൽ കാണുന്ന സ്ക്രീൻ തിരുവനന്തപുരത്തെ തന്നെ ഏറ്റവും വലിയ LED സ്ക്രീനുകളിൽ ഒന്നാണ്. ഇവിടെ നമ്മൾ രാത്രി കളി തത്സമയമായി കാണുന്നുമുണ്ട്. ഇവിടെ നമ്മുടെ ആളുകളെല്ലാം ഇവിടെ എത്തി കളി കാണുന്നത്. നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായം ചോദിച്ചു പോകാം. അജ്മലൊക്കെ മറ്റേ ഈ സാമ്പാർ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. എന്തായിരിക്കും റിസൾട്ട്? സ്പെയിന് ജയിക്കും. 3-1 ജയിക്കും സ്പെയിന്, ഉറപ്പാണ്. ഇത് എവിടുന്ന് വന്നതാ? ബ്രസീൽ വഴി വന്നതാണോ അതോ ഫ്രാൻസ് വഴി വന്നതാണോ? ഏതാ വഴി? ഞങ്ങൾ ബ്രസീൽ വഴി, പോർച്ചുഗൽ വഴി സ്പെയിനിലെത്തി. ഇപ്പോൾ എന്തായാലും സ്പെയിനിലാണ്. സ്പെയിൻ വിജയിക്കും എന്നുള്ള വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. നമ്മുടെ വരുണുണ്ട്. എന്താണ് ഒരു പ്രതീക്ഷ? അർജന്റീന ജയിക്കും. അർജന്റീനയ്ക്കാണ് കൂടുതൽ എഡ്ജ് തോന്നുന്നു. പിന്നെയല്ല, അത് എന്ത് തന്നെയാണേലും ഇപ്പോൾ സ്കലോണിയുടെ കാര്യമാണെങ്കിലും സ്കലോണിനെ ട്രെയിൻ ചെയ്തിട്ടുള്ളത്, കോച്ചിങ്ങിൽ ട്രെയിൻ ചെയ്തിട്ടുള്ളത് മറ്റേ സ്പാനിഷ് കോച്ചായിട്ടുള്ള ഫുണ്ടയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു എഡ്ജ് ശിഷ്യന് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് ആശാനിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുകയാണ് വരുണ്. ഇനി ഇന്ദു ഉണ്ട്. ഇന്ദു, ഇന്നലെ കളി കാണുന്നില്ല എന്നാണേലും എന്താ പ്രതീക്ഷ? എന്തായാലും ഉറക്കൊളിച്ചിരുന്ന് കളി കാണണം. എന്തായാലും മെസ്സി ആ കപ്പും കൊണ്ടേ തിരിച്ചു പോകൂ എന്നൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്. കാരണം 4 കൊല്ലം മുമ്പ് ഇതേ കളി ഞാൻ PG ഹോസ്റ്റലിൽ ഇരുന്ന് കണ്ടപ്പോൾ ഉണ്ടായ ആവേശത്തെക്കാൾ ഇരട്ടിയാണ് ഇത്തവണ. എന്താവുമെന്ന് അറിയാനായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ടിരിക്കുന്നു. ഇനി മറ്റൊരാളെ നമുക്ക് ഉറപ്പായും ഡെസ്കിൽ കണ്ടുപോകേണ്ട ഒരാളുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും അടുത്ത ആളായ ഫാൻസ് അസോസിയേഷൻ്റെ മാതൃഭൂമിയുടെ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ രഞ്ജുഷയുണ്ട്. രഞ്ജുഷ, എന്തായിരിക്കും റിസൾട്ട്? ഞാൻ അർജന്റീനയും സപ്പോർട്ട് ചെയ്യുന്നില്ല, സ്പെയിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അർജന്റീനയാണോ സ്പെയിനാണോ എന്ന് ചോദിച്ചാൽ സ്പെയിൻ ജയിക്കണം എന്നാണ് ആഗ്രഹം. കാരണം നിങ്ങളുടെ അർജന്റീനൻ ഫാൻസിന്റെ എല്ലാ വെറുപ്പിക്കലും സഹിക്കേണ്ടി വരും ജയിച്ചാൽ. അതുകൊണ്ട് ഇതാണ് അതേ കമ്മിറ്റിയിൽ തന്നെ ഉൾപ്പെടുന്ന മറ്റൊരാളുണ്ട്. അത് ശരിയാ, എന്തായിരിക്കും റിസൾട്ട്? എനിക്ക് അർജന്റീന ജയിക്കണമെന്ന് താല്പര്യമില്ല. ഈ പറഞ്ഞ അഭിപ്രായത്തിന്റെ ബാക്കിയല്ലേ? അല്ല, എനിക്ക് സ്പെയിൻ ജയിക്കണമെന്നാണ് ആഗ്രഹം. റൊണാൾഡോ ജയിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഇനിയിപ്പോൾ എന്തായാലും നടക്കില്ലല്ലോ. അപ്പോൾ സ്പെയിൻ ജയിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ സ്പെയിൻ്റെ കൂടെ കൂടിയ നമ്മൾ നേരത്തെ അജ്മലിനെ കണ്ടതുപോലെ ബ്രസീൽ വഴി വന്ന് പോർച്ചുഗൽ വഴി കടന്ന് ഇപ്പോൾ സ്പെയിനിലെത്തി നിൽക്കുന്ന ആളുകളുണ്ട്. ഉണ്ണിയേട്ടാ, എന്താണ് കോഴിക്കോടൊക്കെ വലിയ ആവേശമാണ്, കണ്ടായിരുന്നു നേരത്തെ? ആവേശം നമ്മുടെ ന്യൂസ് ഡെസ്കിലുണ്ട്. അവരെ നോക്ക്, ഇപ്പോൾ അനൂപചന്ദ്രൻ അടിച്ചു വെച്ചിരിക്കുന്ന HL-ലാണ്. ഇപ്പോൾ 6 മണിക്ക് പോകാൻ വേണ്ടിയിട്ട് ആരാകും ലോക ചാമ്പ്യൻ? അവസാനത്ത് വരികയുണ്ടോ? ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ മെസ്സിക്ക് എംബാപ്പയുടെ ചെക്ക്. ഇതാണ് മൂഡ്. അപ്പോൾ ഒരു ഭാഗത്ത് ഡിവിഷൻ ഉണ്ട്, പിന്നെ അങ്ങനെ അർജന്റീനയുടെ വലിയ പട തന്നെ ഇവിടെയുണ്ട്. 2 ടീമുകളേ ഉള്ളൂ ഇനി ലോകകപ്പിൽ. ഒന്ന് അർജന്റീന ഫാൻസ്, ഒന്ന് അർജന്റീനയോട് വിയോജിപ്പുള്ളവർ. ആ സ്പെയിൻ ആരാധകരൊന്നുമല്ല, അർജന്റീനയോട് വിയോജിപ്പുള്ള. അങ്ങനെ 2 ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ ശക്തമായിട്ട് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിലൊരു ന്യൂട്രൽ സ്റ്റൈലിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഏത് സമയവും എങ്ങോട്ടും മാറാൻ പറ്റുന്ന ഒരു പൊസിഷൻ. കാരണം മാത്രമല്ല, എന്താണെന്ന് പറയുക, നമുക്ക് ഉറപ്പിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം ഒരു മാറ്റത്തിൻ്റെ ട്രെൻഡാണ് ഇപ്പോൾ മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ഒരു മാറ്റം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് പിടിക്കുന്നതായിരിക്കും സേഫ് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കാണ് 6 മണിയിലേക്ക് പോവുകയാണ്. ഉണ്ണിയേട്ടൻ സേഫ് കളിയാണ് കളിക്കുന്നത്. നമ്മുടെ ഡെസ്കിലെ സ്പോർട്സ് വിദഗ്ധൻ ഉണ്ട്. ചേട്ടാ, എന്തായിരിക്കും ഒരു 1986 ഫസ്റ്റ് മറഡോണെ കാണുന്ന മുതൽ അർജന്റീന 40 വർഷമായി ഇപ്പോഴും അർജന്റീന. അന്നും ഇന്നും അർജന്റീന. എന്തായാലും എബിച്ചേട്ടൻ്റെ ഒരു പ്രഡിക്ഷനിൽ നല്ല ടീമാണ് സ്പെയിൻ. ഒരു എത്ര ഗോളൊക്കെ ഉണ്ടാവുന്നുള്ള ഒരു സത്യം പറയാം, സുപ്പീരിയർ സൈഡ് സ്പെയിനാണ്. കാരണം മിഡ്ഫീൽഡിൽ സ്പെയിനെ എങ്ങനെ അർജന്റീന നേരിടുന്നതിനെ ആശ്രയിച്ചിരിക്കും സംഗതികൾ. എങ്കിൽ പോലും അർജന്റീനൻ ഫാൻ നിലയ്ക്ക് അർജന്റീന 3-2 ആ കണക്ക് തന്നെയാണ് ഞാനും. ഇവിടെ നമുക്ക് പ്രവചന മത്സരം ഉണ്ടായിരുന്നു, അതിൽ 3-2 എന്നുള്ളതാണ് എൻ്റെ കണക്ക്. ദിവിഷ ഇത്രയും നേരം വിശകലനം ചെയ്ത് വന്നതാണ്. എന്നാലും ഒന്ന് ചോദിച്ചേക്കാം, ദിവിഷ ഇപ്പോൾ ഏതാ ടീം? ഇതൊരു കളർ ഏതാണ്? നമ്മളൊരു നിഷ്പക്ഷത ഉണ്ണി പറഞ്ഞ പോലെ ന്യൂട്രൽ സ്റ്റേറ്റ് ഇപ്പോൾ എടുത്തേക്കാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറുമ്പോൾ വേറെ ജേഴ്സി വരും. അത് 3-2 ഞാനും പ്രതീക്ഷിക്കുന്നത്. 3-2. ഇനി നമ്മൾ അരുൺ ഗോപി, അർച്ചനയൊക്കെ ഉണ്ട്. എന്താ? ആക്ച്വലി ഞാനൊരു ഫ്രാൻസ് ആരാധികയായിരുന്നു. അത് കഴിഞ്ഞല്ലോ, കഥം ഞാനും ഫ്രാൻസ് ആരാധകനായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഥ കഴിഞ്ഞവരാണ്. ഇന്നിപ്പോ ആരുടെ കൂടെ ആയിരിക്കും? ഇന്ന് അർജന്റീനയുടെ കൂടെയാണ്. ഇന്ന് അർജന്റീനയുടെ കൂടെയാ. അങ്ങനെ ഈ
പരാജയപ്പെട്ട മുന്നണിയിൽ ഫ്രാൻസുകാർക്ക് നമ്മുടെ വീടുണ്ട്. ഇപ്പോൾ ചായയുടെ എച്ചലിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞത് അവസാനത്തെ. ശരിയാണ്, ഒരു ചെക്ക് ഉണ്ടല്ലേ മെസ്സിക്ക് ഗോൾഡൻ ബൂട്ടിന്റെ കാര്യം. അത് ഉണ്ട് ഉറപ്പായിട്ടും. ഇന്നലെ 2 ഗോൾ വന്നതോടുകൂടി എംബാപ്പയുടെ ഗോൾ ഇനിയിപ്പം മെസ്സിക്ക് നേരിടേണ്ടി വരുന്നത് സ്പാനിഷിന്റെ പ്രതിരോധത്തെയാണ്. കാരണം ഇതുവരെ ഒരു ഗോൾ ഒരു ഗോൾ മാത്രമാണ് ഇതുവരെ വഴങ്ങിയിട്ടുള്ളത്. അവിടെ പോയിട്ട് 3 ഗോൾ അടിക്കുക അല്ലെങ്കിൽ 2 ഗോളും ഒരു അസിസ്റ്റും കൊടുക്കുക എന്നൊക്കെ പറയുന്നത് പറയാൻ പറ്റില്ല. മെസ്സി എപ്പോഴും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കളി കാണുന്ന കാലം തൊട്ട് അർജന്റീനയുടെ ആരാധകനാണ്. പക്ഷേ സ്പെയിൻ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ പറ്റുന്നൊരു ഒരു ടീമും അല്ല. വസ്തുതാപരമായി നോക്കിയാൽ കുറച്ച് കടുപ്പമാണ്. അർജന്റീന ജയിക്കണം എന്നാണ് ആഗ്രഹം. ഹിമ എന്താ? അർജന്റീനയും സ്പെയിനും രണ്ടും അടിപൊളി ടീമാണ്. പക്ഷേ ഞാൻ അർജന്റീന ആരാധികയാണ്. അതുകൊണ്ട് തന്നെ അർജന്റീന ജയിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കുറെ പോർച്ചുഗൽ ഫാൻസ് ഉണ്ട്. അതിന്റെ കൂടെ ഇനി സ്പെയിനും കൂടി ആഡ് ചെയ്ത് പുതിയൊരു ടീമായി അവര് പൂണ്ടിച്ചേട്ടൻ പറഞ്ഞ പോലെ ഫാൻസ് ഒന്നല്ല, വിരോധികളാണ്, അർജന്റീന വിരോധികളാണ്. അപ്പൊ അവർക്ക് നല്ലൊരു മറുപടി ഈ രാത്രി കൊടുക്കാം. എത്ര ഗോൾ ഉണ്ടാവും? പ്രഡിക്ഷൻ ഒന്നുമില്ല. അർജന്റീന 2 ഗോൾ അടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 ഗോളിന് പിന്നിലാക്കും സ്പെയിനെ. അപ്പോൾ 2-1 കണക്കാണ് പറയുന്നത്. ശ്രീ ചേച്ചി ആണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ നമ്മുടെ ചർച്ചാ വിഷയം സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത് തന്നെ ഈ വിഷയമാണ്. ആ വിഷയത്തിന് വേണ്ടി ഗഹനമായ പഠനത്തിലാണ്. എന്തായിരിക്കും ഈ അതായത് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അർജന്റീന ആരാധകർക്കെതിരെ നിൽക്കുന്ന അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അർജന്റീന ടീമിനോടൊരു സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതുവരെയുള്ള കളിയൊക്കെ വെച്ച് സ്പെയിൻ ജയിക്കാനാണ് സാധ്യത എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ട്. ഞാൻ വിശദമായി പഠിക്കുമ്പോഴും അതാ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പെയിൻ ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അർജന്റീനയോടൊരു വിഷമം ഉണ്ടാവും. പക്ഷേ അവിടെ നിന്ന് നേരത്തെ രഞ്ജുഷ പറഞ്ഞതുപോലെ ഈ അർജന്റീനൻ ഫാൻസിന്റെ വെറുപ്പിക്കൽ സഹിക്കാൻ ഇത്തിരി പാടാണ്. കുറച്ച് സഹിക്കേണ്ടി വരുമെന്ന്. ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി കപ്പ് പറഞ്ഞ് ഇരിക്കുക. അത് വെച്ചിട്ടാണ് ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുവരെ കളിച്ച കളി ആവില്ല അമലെ ഇന്നത്തെ കളി. അതായത് പ്രതിരോധത്തിന്റെ കോട്ടയും ആക്രമണത്തിന്റെ ഒരു ശക്തിയും, ഇത് രണ്ടും കൂടിയാണ് സ്പെയിൻ ഇറങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ കളികളിലൊക്കെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ടീമെന്ന് ഇപ്പം പറയുന്ന ഫ്രാൻസിനെ എങ്ങനെയാണ് സ്പെയിൻ പൂട്ടിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ അവസാന നിമിഷം മാജിക് കാണിച്ച മെസ്സിക്ക് സ്പെയിൻ്റെ ആ വലിയൊരു പ്രതിരോധ കോട്ടയും ആക്രമണ നിരയും, ഇത് രണ്ടും കൂടിയുള്ള ആ സ്പെഷ്യൽ കോംബോയെ തകർക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചെറിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ വൈകുന്നേരം ചർച്ചയ്ക്കുള്ള വകുപ്പ് കയ്യിലുണ്ട്. നമ്മുടെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തുള്ള അനശ്വരമാണ്. അനശ്വര, ഈ എന്റർടൈൻമെന്റ് മൂഡിലേക്ക് വന്നാൽ ഇന്നത്തെ ഒരു കളിയുടെ റിസൾട്ട് എന്താവുന്ന പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ കളിയിൽ കുറ്റകൃത്യങ്ങളുടെ തോത് ഭയങ്കര കൂടുതലായിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന്, അർജന്റീനയുടെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് ഞാൻ ലക്ഷ്മി അമ്മാൾ സ്പെയിനൊപ്പം. ലക്ഷ്മി അമ്മാൾ ഫാൻസ് ഒരുപാട് വിരുദ്ധ ചേരി എന്നുള്ളതാണ്. അതെ, ഇതാണ് പ്രശ്നം. ഈ അഭിലാഷ് ചേട്ടനുണ്ട്, ഞങ്ങൾ അർജന്റീന ഫാൻസ് അസോസിയേഷന്റെ ഇവിടുത്തെ നമ്മുടെ അവിടെ രഞ്ജുഷയുടെ കാര്യം അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടുത്തെ മെസ്സി. അഭിലാഷ് ചേട്ടാ എന്താണെങ്കിലും ജയിക്കാതിരിക്കൊന്നും അല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് പല ജേഴ്സി കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ജേഴ്സി അല്ല, ഇതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാ. സ്വന്തം തയ്യാറാക്കി ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. മൊത്തം പുറകിൽ അവിടെ ഒന്നുമില്ല. ലോകം മുഴുവൻ വെള്ളയും നീലയും മയമാണ്. ഒന്നാമത്തത് അമലെ മനസ്സിലാക്കുന്നത് 2022 തന്നെ മെസ്സി അയാളുടെ ഫൈനൽ പീക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ റിലാക്സ്ഡ് ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു ഫൈനലാണ്. സ്പെയിനും ഇപ്പോൾ ലാമാസയുടെ കുട്ടികളല്ലേ നമ്മുടെ. അതുകൊണ്ട് അങ്ങനെ ഈ മത്സര ഫലം എന്ന് പറയുന്നത് ശരിക്കും അപ്രസക്തമാണ്. ലയണൽ മെസ്സിയെ സംബന്ധിച്ചും അർജന്റീനയെ സംബന്ധിച്ചും നോക്കൂ, കഴിഞ്ഞ 4 വേൾഡ് കപ്പിൽ 3 വേൾഡ് കപ്പിന് ഫൈനൽ കളിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള നേട്ടമാണ്. ഞാൻ 1998 വേൾഡ് കപ്പ് മുതൽ അർജന്റീന ഫാനാണ്. ആ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അർജന്റീന തുടർച്ചയായി തോക്കുന്ന ടീമായിരുന്നു. ഇപ്പോൾ അത് വിജയിക്കുന്ന ടീം മാത്രമായിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ 4 വേൾഡ് കപ്പിൽ 3 വേൾഡ് കപ്പും ഫൈനൽ കളിച്ച ടീം എന്ന് പറഞ്ഞാൽ സമകാലിക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പെർഫോമൻസും ഏറ്റവും മികച്ച ടീമുമാണ്. അതുകൊണ്ട് ഇന്ന് വിജയിക്കട്ടെ എന്ന് ആശംസിക്കാം. ഞാൻ വിജയിക്കോ ഇല്ലയോ എന്ന് അങ്ങനെ ഞാൻ കണക്കൊന്നും പറയുന്നില്ല, പക്ഷേ വിജയിക്കട്ടെ എന്ന് വിചാരിക്കാം. ഇനി വിജയിച്ചാലും ഇല്ലെങ്കിലും ലയണൽ മെസ്സി ആണ് ഗോട്ട് എന്ന് തെളിയിച്ച വേൾഡ് കപ്പാണ് ഇന്നിപ്പോൾ അവസാനിക്കുന്നത്. ഒരേ ഒരു മിശിക. ഈ കഴിഞ്ഞ 2022 ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടിരുന്നു. 2022 ലോകകപ്പ് കഴിഞ്ഞിട്ട് ലോകം കീഴടക്കിയ പുലരിയിൽ ഈ പത്രങ്ങൾ വന്നില്ല. പത്രത്തിന്റെ തലക്കെട്ടുകൾ ഭയങ്കര കൗതുകത്തോടെ നമ്മൾ നോക്കിക്കണ്ടത്. അതിൽ മെസ്സി മുത്തം എന്നുള്ളതായിരുന്നു മാതൃഭൂമിയുടെ തലക്കെട്ട്. തലക്കെട്ട് ഇന്ന് ചർച്ച ചെയ്തൊരു ദിവസം കൂടിയാണല്ലോ. മുഴുവൻ തലക്കെട്ട് മുഴുവൻ വിവാദമായിട്ടിരിക്കുകയാണല്ലോ. ദേശാഭിമാനിയുടെ തലക്കെട്ട് മെസ്സി ഗാഥ എന്നുള്ളതായിരുന്നു. അങ്ങനെ മറ്റു പത്രങ്ങളെ ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ നാളത്തെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു തലക്കെട്ട് എന്തായിരിക്കും? ഒരേ ഒരു മെസ്സി. വൺ ആൻഡ് ഓൺലി ഗോഡ്. യെസ്, ഒരേ ഒരു മെസ്സി എന്നാവട്ടെ നാളത്തെ തലക്കെട്ട് എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതാണ്, ആ പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ് ഈ അഭിലാഷ് മോഹൻ അടക്കമുള്ള ആളുകൾ. അവിടെ കൂടുതൽ ആളുകളുണ്ട്, നമ്മുടെ വെബിന്റെ ഭാഗമായിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്താണ് ഒരു കപ്പ് അർജന്റീനക്ക് തന്നെ ആയിരിക്കും. കപ്പ് നമ്മൾ ഗോൾഡൻ ബൂട്ടും കപ്പും ഏകദേശം മെസ്സിയും അർജന്റീനയും. ഗോൾഡൻ ബൂട്ട് ഒരു പ്രശ്നമാകും. ഇത്
ഇല്ലില്ല, അത് ഇന്നത്തെ കളി 2 ഗോൾ അടിക്കണം, അല്ലെങ്കിൽ അതിന് ഒപ്പമുള്ള അസിസ്റ്റ് വരണം. അല്ല, അത് മെസ്സിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അത് മെസ്സി അത് വളരെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും. അത് കുറേ പേര് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അത് കിട്ടാണ്ട് ഇങ്ങനെ മറ്റേ കപ്പിനും ചുണ്ടിനും ഇടയിൽ ഇത് ഇങ്ങനെ നഷ്ടമാവുന്നത് കാണാൻ വേണ്ടി നേരത്തെ തോറ്റുപോയവരൊക്കെ കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അതിന് അടിക്കും, ഗോൾഡൻ ബൂട്ട് നമ്മൾ തന്നെ. ഈ വിശകലനം ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യം കൂടി അറിയണം. അതായത് ഈ പരമ്പരയുടെ താരം അല്ലെങ്കിൽ ഈ ലോകകപ്പിന്റെ താരം മെസ്സി തന്നെ ആയിരിക്കും. ഉള്ളൊരു കാരണം നമുക്ക് 5 മാനസം വെച്ച് കയ്യിലിരിക്കുക. അതെ, എന്തായാലും മെസ്സി തന്നെയാണ്. ഇത് കുറേ പേര് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഇതിങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തായാലും ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മെസ്സി തന്നെ ആയിരിക്കും. അപ്പം അഭിപ്രായങ്ങൾ ഇങ്ങനെ കേട്ട് പോവുകയാണ്. ഒരാൾ പുറത്തു നിന്ന് ലൈവൊക്കെ കഴിഞ്ഞ് ഇവിടേക്ക് തിരികെ കയറി വന്ന നമ്മൾ അന്ന് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ജയിക്കണ നിമിഷമാണ് അഭിലാഷ്. കഴിഞ്ഞ ലോകകപ്പിന്റെ ആകാംക്ഷ നിറഞ്ഞ നിമിഷം. എബിച്ചേട്ടനെ അഭിലാഷ് ചേട്ടൻ ഇങ്ങനെയുള്ള ആവേശമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. പക്ഷെ എബിച്ചേട്ടനെ ഇത്ര ആവേശത്തിലും അഭിനയിക്കുന്ന എബിച്ചേട്ടനെ ഇങ്ങനെ വലിയ ആവേശത്തിൽ നമ്മൾ കാണുന്നത് വളരെ കുറച്ച് സമയമുള്ളൂ. ആ രണ്ടുപേരും ഒന്നിച്ച് കഴിഞ്ഞ ഇത്തവണയും കെട്ടിപ്പിടിച്ച് തുള്ളിച്ചാടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തുള്ളിച്ചാടാൻ പറ്റിയില്ലെങ്കിലും മെസ്സി ഗോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതെ, അതാണ് ഇത്. ആ അവസാനത്തെ കിക്ക് മൊളിനയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങ് വലയിൽ എത്ര കൊല്ലത്തെ കാത്തിരിപ്പാണ്. അത് സ്വാഭാവികമായിട്ടും ആ ഒരു വികാര പ്രകടനം അത്രയും കാത്തിരുന്ന. അത് സത്യത്തിൽ ഇനി വേൾഡ് കപ്പ് ജയിച്ചാൽ പോലും 2022 റിപ്പീറ്റ് ആവില്ല, അത്ര ഉണ്ടാവില്ല. എത്ര കാത്തിരിപ്പിന് ശേഷം കിട്ടിയതാ, കാത്തിരുന്ന് പുഴയൊക്കെ മെലിഞ്ഞ് അതിനുശേഷം കിട്ടിയതാ. മെസ്സിയുടെ അവസാന നിമിഷങ്ങൾ കാണുക, അതാണ് അവശേഷിക്കുന്ന 90 മിനിറ്റ് കാണുക മെസ്സിയുടെ. അതേ ഉള്ളൂ, ജയിച്ചാലും ഇല്ലെങ്കിലും. അതാണ് കറക്റ്റ്. കറണ്ട് ഒന്നും കട്ട് ചെയ്ത് ബുദ്ധിമുട്ടിക്കില്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ നിമിഷവും ഇത് മെസ്സിയുള്ള നിമിഷം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കളിക്കളത്തിൽ കാണാൻ കഴിയുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും. വളരെ സങ്കടത്തോടെ കളി കാണാൻ പോകുന്ന അഭിലാഷേട്ടാ കഴിഞ്ഞ തവണ കളി റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്, ഇംഗ്ലണ്ടുമായിട്ടുള്ള കളി. അവിടെ പോയി നിൽക്കുന്നു. അർജന്റീന ഇംഗ്ലണ്ടും കളിക്കാൻ പോയപ്പോൾ പോർച്ചുഗലിന്റെ ജേഴ്സി ഇട്ടുകൊണ്ട് ഒരുത്തൻ അവിടെ പോയി നിന്നു. അതൊന്ന് ആലോചിച്ച് നോക്കണം. ആ വിഷമം ഇപ്പോഴും മുഖത്തുണ്ട്. ഇന്നിപ്പോൾ പോയപ്പോൾ എങ്ങനെ? ഇന്ന് പോയപ്പോൾ പലപ്പോഴും എക്സിക്യൂട്ടീവ് സ്റ്റൈലാണ് ഞാൻ പോയത്. കാരണം നമ്മുടെ ആരോഗ്യമാണല്ലോ വരുന്നത്. പിന്നെ ഞാൻ 2 ദിവസമായി ഫുട്ബോളുമായി ബന്ധപ്പെട്ട ലൈവിന് പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കൊച്ചു കുട്ടികളെല്ലാം 41-കാരനായ ക്രിസ്ത്യാനോയുടെ ആരാധകരാണ്. ഇതുപോലുള്ള വയസ്സന്മാർ, അതായത് 40 കഴിഞ്ഞ് ജീവിത സാധനത്തിലേക്ക് അടുക്കുന്നവരാണ് മെസ്സിയുടെ ആരാധകർ. അപ്പോൾ ആ വ്യത്യാസം തന്നെ ആ മനോഭാവത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അഭിലാഷേട്ടൻ പറഞ്ഞ പോലെ കേട്ടോ, അല്ല ആരാധകരുടെ കാര്യം പറഞ്ഞ പ്രായമുള്ളവർ മെസ്സിക്കും കൊച്ചുകുട്ടികൾ റൊണാൾഡോയ്ക്കുമാണെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതിൽ തന്നെ മനസ്സിലാവും റൊണാൾഡോ എന്താണ് ഉണ്ടാക്കുന്നത്. അതൊരു ഫാക്റ്റാണ്, അത് അംഗീകരിക്കണം ദിവിഷനെ പോലുള്ളവർ കേട്ടോ. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ റീലൊക്കെ ഒരുപാട് വരുന്നത് കൊണ്ടുള്ള സാധനമാണ്. കളി ഇരുന്ന് കാണുന്ന ആളുകൾക്ക് അങ്ങനെയല്ല, കളി കാണുന്ന ആളുകൾക്ക് മെസ്സിയുടെ കളി കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആരാധകരായി പോകുന്ന ഇതിനകത്ത് കളിയാണല്ലോ കാര്യം. പുതിയ കാലഘട്ടമാണല്ലോ, യൂട്യൂബിലൊക്കെ പഴയ കളികൾ എടുത്ത് കാണാൻ കഴിയുന്ന ഒരു സമയമാണ്. ഹൈലൈറ്റ്സ് ഒക്കെ കാണാം, അതിൽ പ്രശ്നമില്ല. പക്ഷേ അഭിലാഷേട്ടൻ പറഞ്ഞതുപോലെ അപ്രസക്തമായ ഒരു കളിയാണ് നടക്കുന്നത്. സാങ്കേതികമായ ഒരു ഫൈനൽ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് എനിക്ക് അല്പം തിരക്കുണ്ട് വാർത്തയുമായി ബന്ധപ്പെട്ട്. താങ്ക് യു. അതായിരിക്കും നല്ല കാര്യം. എന്തായാലും അവൻ ജോലി തിരക്കിലേക്ക് പോവുകയാണ്. ജോലി ചെയ്താൽ ജീവിക്കാം എന്നുള്ളതാണ് ഫ്രാൻസ് ഫാൻസുകാരുടെയും പോർച്ചുഗൽ ഫാൻസുകാരുടെയും അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ട് ഫാൻസായിട്ടുള്ള ആളുകളുടെയും, അങ്ങനെ ഈ സാമ്പാർ മുന്നണിയിൽപ്പെട്ട മറ്റുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ തിരഞ്ഞെടുപ്പിൽ തോക്കുമ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞ് പോകുന്ന കൂട്ടത്തിൽ ഒരാളാണ് രാഹുൽ എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട്. വാർത്തയുടെ തിരക്കിലാണ് ഡെസ്ക്, എങ്കിലും വലിയ ആവേശം പങ്കുവയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു. എല്ലാവർക്കും കൃത്യമായ അഭിപ്രായമുണ്ട്, നിലപാടുണ്ട്, ആരെ പിന്തുണയ്ക്കുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. ഇനി വളരെ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മാതൃഭൂമിയുടെ ഈ സ്ക്രീനിലാകും നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും ഇന്ന് കളി കാണുക. വലിയ ആവേശത്തോടെ കാത്തിരിക്കുന്നു. മെസ്സി കപ്പുമായി മടങ്ങുമോ അതോ സ്പെയിനിലേക്ക് ഈ മെസ്സിയുടെ കൈവശമിരിക്കുന്ന കപ്പ് കൊടുത്തയക്കേണ്ടി വരുമോ എന്നുള്ളത് മാത്രമാണ് കണ്ടറിയേണ്ടത്. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. പ്രജീഷ്.